എനിക്ക് ദീപക്കിനോട് ഒന്നേ പറയാനുള്ളൂ. അടുത്ത നിമിഷം ഒരു ദുരന്തം സംഭവിച്ചേക്കാം. ആ രീതിയിൽ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് നിർത്തുക. ഞാൻ ഈ മലയാള സിനിമയിൽ വന്നിട്ട് 10-15 വർഷമായി. ഇന്നും കുറെ അധികം സിനിമകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടൻ വലിയ തെറ്റിലേക്ക് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. ആരാണ് അയാൾ? ആരാണ്? സോ ഒരു വലിയ പാലപ്പടക്കത്തിന് ഇന്ന് തിരികൊളുത്തിയിട്ടുണ്ട്. സോ അതൊരു വേണ്ടായിരുന്നു എന്ന് ഞാൻ ഈ പറയുമ്പോൾ ആ നടൻ ഇത് കാണും. താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? പക്ഷെ ആ നടൻ ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയും ആ തെറ്റ് തുടരരുത്, ആവർത്തിക്കരുത്. എന്താ എന്റെ ഉദ്ദേശം? കാരണം അങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് പല വലിയ പ്രശ്നങ്ങൾക്കും കാരണമായി മാറുമെന്നും അറിയിക്കുന്നു. ആ ഒന്നില്ലെങ്കിൽ നടൻ ആരാന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റണം. കുറെ കൊല്ലമായാലും ഇൻഡസ്ട്രിക്കകത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ സംശയത്തിന്റെ നിഴലിൽ എല്ലാവരും ഇട്ടുകൊടുത്ത് പോകുന്ന പരിപാടി ചെയ്യാതിരിക്കണം. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. കമന്റ് ബോക്സിലും ഇപ്പൊ ഏഷ്യാനെറ്റ് കൊടുത്ത ന്യൂസിൽ നിന്നും നമുക്ക് സംശയിക്കാവുന്ന, ഉറപ്പിച്ച് ഞാനും പറയുന്നില്ല, സംശയിക്കാവുന്ന ഒരു പേര് നിവിൻ പോളിയാണ്. നിവിൻ പോളി നിവിൻ പോളി എന്ന് വെച്ചാൽ ലിസ്റ്റിൻ സ്റ്റീഫന്റെ തന്നെ സിനിമയായ ബേബി ഗേൾ എന്ന് പറഞ്ഞ സിനിമയിൽ ആണ് ഇപ്പൊ നിവിൻ പോളി കമ്മിറ്റഡ് ആയിട്ടുള്ളത്. നീയൊക്കെ കൂടി എന്നെ ലിസ്റ്റിൻ സ്റ്റീഫനെ പോലെ ഇത്രയും വെൽ നോൺ ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ, പല അസോസിയേഷന്റെയും ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അറ്റവും വാലും തുമ്പും ഇല്ലാതെ സ്വന്തം പേഴ്സണൽ എന്തെങ്കിലും ഒരു റീസൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ഇഷ്യൂ ആണെങ്കിൽ പോലും അത് അഡ്രസ്സ് ചെയ്യുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലാരിറ്റി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഏതാണ് ഈ പ്രമുഖ നടൻ എന്നുള്ളത് ചോദിച്ച് സോഷ്യൽ മീഡിയ ഇറങ്ങിത്തിരിക്കും. എന്താണ് അലക്സ്, ഇനിയെങ്കിലും കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കും.